ഹായ്, നമുക്ക് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മാർക്ക് എങ്ങനെയാണ് സ്കൂമിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കൂമിൻ്റെ ഹോം പേജിലേക്കാണ് എത്തുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പ് കോർണറിലായിട്ട് കാണുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ സ്റ്റുഡൻറ്റ് നോട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് മാർക്സ് എന്നുള്ളൊരു ടാബ് കാണാം. അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടണാണ് നമ്മൾ നിൽക്കേണ്ടത്. മാർക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒന്നും വരില്ല. സോ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. മാർക്ക് എൻട്രി എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് കാണിക്കുന്ന ഇങ്ങനെയായിരിക്കും മാർക്സ് എൻട്രി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ആദ്യം നമ്മൾ എക്സാം സെലക്ട് ചെയ്യണം. എക്സാമിൽ നമുക്കിവിടെ കാണാൻ കഴിയും സെക്കൻഡ് ടേം എക്സാമിനേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഏത് ക്ലാസ് ആണെന്നുള്ളതാണ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സിനും അവരുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനും അവരുടെ സബ്ജക്റ്റ് മാത്രം, ക്ലാസ് ടീച്ചേഴ്സിനും ആർക്കും മറ്റൊരാളുടെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രിവിലേജ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു G1 ക്ലാസ് എടുത്തു. G1 ക്ലാസ് കൊടുത്തു. ഇനി ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി എന്ന് കൊടുത്തു. അടുത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. എക്സാം നടന്ന ഡേറ്റാണ്. നമുക്ക് ഏകദേശം ഒരു ഡേറ്റ് കൊടുക്കുക. ഇനി ഇതിൽ മന്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജനുവരിയുടെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ടാബ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ മന്ത് മാറുന്നത് കാണാം. എന്നിട്ട് ആ ദിവസം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് മാക്സിമം മാർക്ക് എത്രയാണെന്നുള്ളതാണ്. അതവിടെ കൊടുക്കണം. 60 മാർക്കാണെങ്കിൽ 60 മാർക്ക് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ബട്ടൺ അമർത്തണം. ആദ്യം സേവ് ബട്ടൺ കൊടുത്തു. അപ്പോൾ ഒരു ഗ്രീൻ കളർ ടിക്ക് മാർക്ക് കാണാം. എന്നിട്ട് താഴെ ഷോ എന്നുള്ള ബട്ടൺ നോക്കി കൊടുക്കുന്നു. ഇപ്പോൾ G1 ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ പേരുകളും റോൾ നമ്പർ അടിസ്ഥാനത്തിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓരോ കോളത്തിലൂടെ മാർക്കുകൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ കുട്ടിക്ക് 40 ആണെങ്കിൽ 40 എന്ന് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ ഷിഫ്റ്റ് ടാബ് അല്ലെങ്കിൽ കീബോർഡിലെ റിട്ടേൺ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അടുത്ത കോളത്തിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓരോ മാർക്കുകളും എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഏതെങ്കിലും കുട്ടി ആബ്സെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ AB എന്ന് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടി ആബ്സെൻ്റ് ആയിട്ടായിരിക്കും ആ കുട്ടിയെ മാർക്ക് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ സേവ് ആയി പോവും. ഇത് പ്രത്യേകം സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. എന്നിട്ട് ഇവിടെ മേക്ക് റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെ റാങ്കായിട്ട് തരംതിരിക്കുന്നു. അതുപോലെ എത്ര ആൾ പാസ്സായിട്ടുണ്ട്, എത്ര ആൾ ഫെയിലായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് മാർക്ക് ടു ഔട്ട് ഓഫ് ചിലപ്പോൾ നമ്മൾ ഒരു 50 മാർക്കിനുള്ള പോർഷനെ എടുത്തിട്ടുള്ളൂ. അതിനെ 60ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ